ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിൻ ഷോയിൽ കയറി ആദ്യ ആഴ്ച മുതൽ വിവാദങ്ങളും ജാസ്മിനൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ജാസ്മിനുമായി നേരത്തെ വിവാഹ നിശ്ചയം കഴിഞ്ഞ അഫ്സൽ അമീർ പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു. ജാസ്മിൻ തന്നെ വഞ്ചിച്ചുവെന്നാണ് അഫ്സൽ വീഡിയോയിലൂടെ പറയുന്നത്. മാത്രമല്ല, ഗബ്രി ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ താൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും എന്നാൽ അതൊന്നും നോക്കാൻ പോലും അയാൾ കൂട്ടാക്കിയില്ലെന്നും അഫ്സൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം നേരത്തെയും അഫ്സൽ ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി പറഞ്ഞതാണ്. അഫ്സലിന്റെ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അഫ്സലിനെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഇതിനിടെ ഇപ്പോഴത്തെ അഫ്സലിന്റെ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. അഫ്സലിന്റെ വീഡിയോ മുന്നോട്ട് വെക്കുന്ന ചില ചോദ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇന്ന് ജാസ്മിന്റെ പ്രതിശ്രുത വരൻ അഫ്സൽ ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾക്കിടെ ആ പാവം ജാസ്മിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ ഹൗസിനകത്തായതുകൊണ്ട് അവൾക്ക് ഉത്തരം നൽകാൻ സാധിക്കില്ല. എന്നാൽ എല്ലാം തികഞ്ഞ ജാസ്മിൻ ഫാൻസിന് അതിനുള്ള ഉത്തരം നൽകാനുള്ള ബാധ്യതകളുമുണ്ട്. ജാസ്മിന് വേണ്ടി മണിക്കൂറിൽ 10 വീതം പോസ്റ്റ് ഇടുന്ന ഡൈഹാർഡ് ഫാൻസ് ഇതിനുള്ള ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് എണ്ണമിട്ട് കുറച്ച് ചോദ്യങ്ങളും കുറിപ്പിനൊപ്പമുണ്ട്. ആ ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഒരിക്കലും അഫ്സലിന്റെ പേര് പറയില്ല എന്ന് ഉറപ്പു പറഞ്ഞിട്ടും ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ ഗബ്രിയോട് അഫ്സലിനെ കുറിച്ച് പറഞ്ഞത് എന്തിനായിരുന്നു? കേവലം ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അഫ്സലുമായി ജാസ്മിൻ ഉണ്ടെന്നും വിവാഹിതരാവാൻ പരസ്പര സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നിരിക്കെ മതവും വീട്ടുകാരും എതിരല്ല എങ്കിൽ ഗബ്രിയെ വിവാഹം കഴിച്ചേനെ എന്ന ഏത് അർത്ഥത്തിലാണ് ജാസ്മിൻ പറഞ്ഞത്? ഗെയിമിന്റെ പേരിൽ ജാസ്മിനും ഗബ്രിയും പേരറിയാത്ത റിലേഷൻഷിപ്പ് എന്നും ക്ലാരിറ്റി ഇല്ലായ്മയാണ് തങ്ങളുടെ ക്ലാരിറ്റി എന്നും പറഞ്ഞ് പരസ്പരം പ്രേമചേഷ്ടകൾ കാണിക്കുമ്പോൾ പുറത്തിരുന്ന് വേദനിച്ച ജീവിതത്തെ ഗെയിമായി കാണാത്ത അഫ്സലും അദ്ദേഹത്തിന്റെ വീട്ടുകാരും അനുഭവിച്ച വേദനയ്ക്ക് ആര് സമാധാനം പറയും? ആദ്യ ആഴ്ച വീട്ടിൽ നിന്നും ഉപ്പ വിളിച്ച് പൊരിച്ചതിന് ശേഷം ഞാൻ കമ്മിറ്റഡ് ആണെന്ന് ഉറക്കെ അലറിയ ജാസ്മിൻ ഇന്നലെ ജിൻഡോയുടെ ചോദ്യത്തിന് അഫ്സൽ ഒരു ഫ്രണ്ട് മാത്രമാണ്, വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് മാത്രമാണ് അഫ്സലിനോട് പറഞ്ഞതെന്ന് നട്ടാൽ പൊടിക്കാത്ത നുണ പറഞ്ഞത് എന്തിനാണ്? അഫ്സലുമായി അവർക്കുള്ള റിലേഷൻ എന്താണെന്ന് അവളുടെ ഉപ്പയുടെ വായിൽ നിന്ന് തന്നെ കേട്ടതാണ്. ഇനിയുമുണ്ട് ജാസ്മിനോട് ചോദിക്കാനുള്ള ഒത്തിരി ചോദ്യങ്ങൾ. ജാസ്മിനെ പോലെ ജീവിതം വെച്ച് കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്നവന്റെ ഹൃദയം തകർത്ത് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുന്ന ഒരു കോണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം അഫ്സലിനെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത്. ജാസ്മിൻ കപ്പടിക്കുന്നതിലുള്ള ദേഷ്യമാണ് അഫ്സലിനെന്നും എന്തൊക്കെ പറഞ്ഞാലും പേഴ്സണൽ ചാറ്റൊക്കെ പബ്ലിക്കായി കാണിക്കുന്നത് മോശമാണെന്നും ഒക്കെയുള്ള കമന്റുകളാണ് വരുന്നത്. അതേസമയം തന്നെ ജാസ്മിനെ വിമർശിച്ചുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട്. ജാസ്മിൻ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ പറയുന്നു, പറഞ്ഞ കാര്യങ്ങൾ പലതും മാറ്റി പറയുകയാണ്, തന്റെ ഭാഗത്തു നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്നാണ് അഫ്സൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ജാസ്മിൻ പല സമയത്ത് പലതരത്തിൽ കാര്യങ്ങൾ പറയുന്നതാണ് പ്രശ്നമെന്നും ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തന്നെയാണെന്നും തന്നെ ആളുകളുടെ മുന്നിൽ കോമാളിയാക്കുന്ന തരത്തിലാണ് ഇതൊക്കെ എന്നുമാണ് അഫ്സൽ പറഞ്ഞത്. അതേസമയം ജാസ്മിൻ ഷോയിൽ നിന്നും പുറത്തു വന്നാൽ ഏത് തരത്തിലാകും ഇതിനോടൊക്കെ പ്രതികരിക്കുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.